ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയഡോഫോം റിയാക്ഷനെ കുറിച്ചാണ്. അയഡോഫോം എന്നത് CH3 ആണ്. ഏതെല്ലാം കോമ്പൗണ്ട്സാണ് ഈ അയഡോഫോം ഫോം ചെയ്യുന്നത് അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ CH3CO ഗ്രൂപ്പ്, കാർബണൈൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ CH3 ഗ്രൂപ്പുള്ള എല്ലാ കോമ്പൗണ്ട്സും ഈ റിയാക്ഷൻ തരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം CH3CHO, അതാണ് അസറ്റാൽഡിഹൈഡ് ഫസ്റ്റ് കോമ്പൗണ്ട്. അതുപോലെ CH3COCH3 അസറ്റോൺ. അപ്പം ഈ നമുക്ക് CH3 ഫോം ചെയ്യണമെങ്കിൽ CH3CO ഗ്രൂപ്പ്, ഇത് കാർബണൈൽ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ CH3COCH3 വരുമ്പോഴും ഈ കോമ്പൗണ്ട് ഈ റിയാക്ഷൻ തരും. ഇനി ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് CH3CHOH. അതായത് കാർബണൈൽ ഗ്രൂപ്പിന് പകരം ഒരു COH ഗ്രൂപ്പ് CH3ക്ക് തൊട്ടടുത്തുണ്ടെങ്കിലും ഈ റിയാക്ഷൻ തരും. ഇങ്ങനെ വരുമ്പോൾ CHOH ഗ്രൂപ്പിങ്ങിന് നമ്മൾ പറയുന്നത് സെക്കൻഡറി ആൽക്കഹോൾ എന്നാണ്. അപ്പോൾ അസറ്റാൽഡിഹൈഡ്, അസറ്റോൺ, അതുപോലെ സെക്കൻഡറി ആൽക്കഹോൾ കണ്ടെയ്നിങ് എ CH3 ഗ്രൂപ്പ് നിയർ ബൈ. ഇത്രയും കോമ്പൗണ്ട്സാണ് ഈ അയഡോഫോം റിയാക്ഷൻ തരുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള റിയേജൻ്റ് എന്ന് പറയുന്നത് അയഡിൻ ആൻഡ് ആൽക്കലി, NaOHും അയഡിനുമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അസറ്റാൽഡിഹൈഡ് നോക്കാം. അസറ്റാൽഡിഹൈഡ് CH3CHO, അയഡിൻ ആൻഡ് ആൽക്കലിയുടെ പ്രസൻസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അയോഡിനേഷനാണ്. ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റവും റീപ്ലേസ്ഡ് ബൈ അയഡിൻ. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഹൈഡ്രജൻ ആറ്റം ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അയഡിൻ. സോ CH3ക്ക് പകരം അത് CI3 ആയി മാറി. അടുത്ത സ്റ്റെപ്പ് ഒരു ഹൈഡ്രോളിസിസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു Hഉം ഇവിടെ ഒരു OHും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം CH3 ആയി മാറുകയും ഈ ഭാഗം ഒറ്റ കാർബണുള്ള ഒരു ആസിഡ് HCOOH, അതാണ് ഫോമിക് ആസിഡ്. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് റിയേജൻ്റ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഫോമിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ടാണ് ഫോം ചെയ്യുന്നത്. വിച്ച് ഓൺ ഫർദർ ഹൈഡ്രോളിസിസ്, ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് നമുക്ക് ഫോമിക് ആസിഡ് അവിടെ നിന്ന് ഫോം ചെയ്യാം. അപ്പം അസറ്റാൽഡിഹൈഡ് റിയാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അയോഡിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അടുത്തതായിട്ട് നമ്മൾ അസറ്റോണിനെ എടുക്കുന്നത് CH3COCH3. ഇവിടെയും ഓൾറെഡി തന്നെ CH3CO ഗ്രൂപ്പ് ഉണ്ട്. ഈ അസറ്റാൽഡിഹൈഡ് ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ട് അയോഡിനേഷനും അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഇവിടെയും നമുക്ക് അയഡോഫോം ലഭിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് അയഡിൻ, 3 അയഡിൻ ഗ്രൂപ്പ് വന്നിട്ട് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു. അത് CI3COCH3 ആകുന്നു. അടുത്ത സ്റ്റേജിൽ NaOH ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഇവിടെ CH3 ഫോം ചെയ്യുന്നു. ഇവിടെ CH3COOH എന്ന് പറയുന്ന അസറ്റിക് ആസിഡാണ് ഫോം ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയതുകൊണ്ട് അതിൻ്റെ സോഡിയം സോൾട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ CH3COONA ആകുന്നു. അതിനുശേഷം അത് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്കതിൽ നിന്ന് ഫ്രീ ആസിഡ് കിട്ടും, ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ്. വളരെ സിമിലാരിറ്റി ഉള്ള 2 റിയാക്ഷനാണ്. അസറ്റാൽഡിഹൈഡ് ആയാലും അസറ്റോൺ ആയാലും റിയാക്ഷൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഈ ആസിഡിൻ്റെ മാത്രം ഒരു വ്യത്യാസമാണ് അവിടെ ഉള്ളത്. അടുത്തത് നമുക്ക് സെക്കൻഡറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോളിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHOH ഗ്രൂപ്പ്. ആൻഡ് ദീസ് കാർബൺ ഈസ് അറ്റാച്ച് ടു 2 അതർ കാർബൺ ആറ്റം. എങ്കിൽ മാത്രമേ ഇത് നമ്മൾ സെക്കൻഡറി ആയിട്ട് പറയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഈ അയഡോഫോം റിയാക്ഷൻ തരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, CH3 തൊട്ടടുത്തുണ്ട്, പിന്നെ കാർബൺ ഓക്സിജൻ CO ബോണ്ടും ഉണ്ട്. ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ ആയിരുന്നു, ഇവിടെയും കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ ആയിരുന്നു. ഇവിടെ സിംഗിൾ ബോണ്ട് ആയാലും നിയർ ബൈ ഒരു ഓക്സിജൻ ഉണ്ട്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്
പക്ഷേ നമുക്കിതിനെ എന്താണ് കാർബണൈൽ ഗ്രൂപ്പ് ആക്കിയാലാണ് ഈസി ആയിട്ട് അയഡിനേഷൻ നടക്കുന്നത്. ഈ കേസിൽ നമ്മൾ എടുക്കുന്ന സെയിം അയഡിൻ ആൻഡ് ആൽക്കലി, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും അയഡിനും റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈപ്പോ അയഡൈറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. അതൊരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അത് ഇതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് അസറ്റോൺ ആക്കി മാറ്റും. സെക്കൻഡറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ് എ കീറ്റോൺ. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോൺ ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കീറ്റോൺ, അതായത് സെയിം അസറ്റോൺ തന്നെ ഫോം ചെയ്തു. അവിടെ ഇതിന് ശേഷമുള്ള സ്റ്റെപ്പ് അസറ്റോണിൻ്റെ കേസിലെ പോലെ തന്നെയാണ്. അയഡിൻ ആൻഡ് ആൽക്കലി, ഫസ്റ്റ് അയഡിനേഷൻ ടേക്സ് പ്ലേസ് followed by hydrolysis. So you get CHI3, CH3COONA, which on acidification give CH3COOH. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. അപ്പം നമ്മൾ ഈ എല്ലാ മോഡ്യൂൾസും ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ഈ 3 മോഡ്യൂളും പഠിച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന റിയാക്ഷനാണ് അയഡോഫോം റിയാക്ഷൻ. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ പൊതു സ്വഭാവം? അപ്പം ഏതൊരു കോമ്പൗണ്ടിലും ഒരു CO ഗ്രൂപ്പ് ഒരു CH3 ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഈസി ആയിട്ട് CHI3 ഫോം ചെയ്യാം. ഇത് ക്ലോറിനാണ്. നിങ്ങൾ ഹാലജൻ ഡെറിവേറ്റീവ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്ലോറിനും ആൽക്കലിയുമാണ് ഈ റിയാക്ഷൻ. അതല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ട് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയും നമുക്ക് ഇതുപോലെ CHCl3 ക്ലോറോഫോം ഫോം ചെയ്തതായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇതാണ്. ഇനി ഇവിടെ ഇങ്ങനെ അസറ്റാൽഡിഹൈഡും അസറ്റോണും തരുന്നു എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറാണ്. എന്നാൽ ഇവിടെ ആൽക്കഹോളിൻ്റെ കേസിൽ നമുക്ക് ഈ അയഡോഫോം റിയാക്ഷൻ ഒരു ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. അയഡോഫോം ടെസ്റ്റ്. ഇതുവരെയുള്ള നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് CH3CO ഗ്രൂപ്പിംഗ്, അത് ആൽഡിഹൈഡിലാണെങ്കിലും കീറ്റോണിലാണെങ്കിലും ഡയറക്റ്റ് അയഡിനേഷൻ നടത്താം. അതുവഴി നമുക്ക് അയഡോഫോം ലഭിക്കും. പിന്നെ CH3CHOH ആണെങ്കിൽ അത് ഓക്സിഡൈസ് ചെയ്തിട്ട് അയഡിനേഷൻ നടത്തി അയഡോഫോം ലഭിക്കും. നെക്സ്റ്റ് നമുക്ക് ഒരു കാറ്റഗറി, അതായത് CH3CH2OH ഇതും കൂടെ എടുക്കാം. CH3CH2OH ഗ്രൂപ്പിംഗ് ഉള്ളതുകൊണ്ട് അത് പ്രൈമറി ആൽക്കഹോളാണ്. ഇത് എത്തനോളുമാണ്. അപ്പോൾ ഈ എത്തനോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നിങ്ങൾക്കറിയാം അത് അസറ്റാൽഡിഹൈഡാണ് ഫോം ചെയ്യുന്നത്, CH3CHO. അപ്പം എത്തനോള് is the only primary alcohol which answers iodoform reaction. Then secondary alcoholil ഏതെല്ലാം സെക്കൻഡറി ആൽക്കഹോളിൽ CH3CHOH ഗ്രൂപ്പിംഗ് വരുന്നോ അതെല്ലാം iodoform റിയാക്ഷൻ തരും. ഏതൊരു കോമ്പൗണ്ടിനെയും CH3CO ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് iodoform റിയാക്ഷൻ തരൂ. So this iodoform reaction can be used as a test for distinguishing ethanol from other primary alcohols and distinguishing secondary alcohols with the characteristic CH3CHOH group from other secondary alcohols. അപ്പം ഇത് റിയാക്ഷൻസ് എഴുതി മനസ്സിലാക്കി പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലും അതുപോലെ തന്നെ ആൽക്കഹോൾസിൻ്റെ കേസിലും ഈ റിയാക്ഷൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.